ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബേക്കറിയിൽ നിന്നാണ് നമ്മൾ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ മേടിച്ച് കഴിക്കാറ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇതിന് മൂന്ന് ഐറ്റംസ് മതി. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്തെയാണ് ഞാനിവിടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. ഇതിൻ്റെ ട്രിക്ക് ആൻഡ് ടിപ്സൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മസ്റ്റായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അളവിൽ മൈദയാണ് എടുത്തേക്കുന്നത്. മൈദ താല്പര്യമില്ലാത്തവർക്ക് ഗോതമ്പിൻ്റെ പൊടി വന്നിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് അളവ് ml ആണെങ്കിൽ 250 ml 1 കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കുക, 4 ടീസ്പൂൺ അല്ല, 4 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഓറഞ്ചിൻ്റെ എസൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് മൊത്തത്തിൽ വന്നിട്ട് 3/4 കപ്പ് അളവിൽ വന്നിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഇതുപോലെ കുറേശ്ശെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒരുപാട് ഹാർഡായിട്ടൊന്നും കുഴയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് നനച്ചെടുക്കാം. പിന്നെ ഇത് നല്ല രീതിയിൽ ചപ്പാത്തി കുഴയ്ക്കുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് പ്രസ് ചെയ്താൽ കയ്യിൽ നിന്ന് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ കിട്ടുന്നതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടണം, പൊട്ടിയൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്ട്രാ നെയ്യ് ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബോളാക്കിയിട്ട് ഒന്ന് സെൻറ്റർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് 180 ഡിഗ്രിയും അതുപോലെ തന്നെ അതിൻ്റെ കമ്പിയൊക്കെ മേലെയും താഴെയും ചൂടാവുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇനി ബട്ടർ ബിസ്ക്കറ്റ് വന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവൻ്റെ ഹീറ്റ് ഒന്ന് കുറയ്ക്കണം. ഹീറ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രി എന്നുള്ളത് 140ലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതിൻ്റെ ടൈമർ വന്നിട്ട് 25 മിനിറ്റ്സ് ആണ് എനിക്കിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ഇതനുസരിച്ച് അപ്പോൾ 10-15 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗമൊക്കെ കണ്ടില്ലേ, ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ വന്നിട്ട് മേലെ വന്നിട്ട് ഒരുപാട് കറുത്തൊന്നും പോവാതെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവനിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അത് കുഴപ്പമില്ല. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് സെറ്റായി കിട്ടാവുന്നതാണ്. മാക്സിമം ഒരു 25 മിനിറ്റ് വയ്ക്കാം. ഇനി ഞാൻ സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, കട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കുക. പിന്നെ സ്റ്റൗവിൻ്റെ എണ്ണ ഇതൊന്നും ഞാൻ അതിലേക്ക് ഇറക്കി കൊടുത്തിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് ഞാൻ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതും ഒരു 25-30 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്ലെയിം വന്നിട്ട് സിമ്മിലിട്ട് വയ്ക്കുക. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ആയിട്ടുണ്ടോ എന്ന്. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റൗവിൽ വെച്ചതും നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ല എന്ന് വിചാരിച്ചാൽ ആരും ബിസ്ക്കറ്റ് ഉണ്ടാക്കാതിരിക്കേണ്ട. സ്റ്റൗവിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആരും ബേക്കറിയിലേക്ക് ഓടേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കുള്ള സ്നാക്സ് ബിസ്ക്കറ്റൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ഫോർ സപ്പോർട്ട് ആൻഡ് ഇനിയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ, ടേക്ക് കെയർ ഓൾ.